നേരിൽ കാണുമ്പോഴും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുമ്പോഴും എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, ഇത്രയും പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ശ്രീ ഇരിക്കണേന്ന്. അതിനുള്ള ഉത്തരം പലപ്പോഴായിട്ട് നമ്മുടെ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ചുറ്റുപാടുകൾ അങ്ങനെയാണെന്നുള്ളത്. ആ ചുറ്റുപാടുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ നമുക്ക് വലിയ പങ്കുണ്ട് കേട്ടോ. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് ദൈവാനുഗ്രഹം കൂടെ വേണം. അത് വേറൊരു കാര്യം. ആരോഗ്യവും വേണം. അങ്ങനെയൊക്കെ നമ്മൾ കിട്ടിയപ്പോൾ അതിന് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണല്ലേ. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് കേട്ടോ. എൻ്റെ കൂടെയുള്ള ആൾക്കാരും അതുപോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള എൻ്റെ ഈ ചെടിത്തോട്ടവും പൂക്കളും ഒക്കെ എനിക്ക് പോസിറ്റീവ് എനർജി തരുന്നതാണ്. മാത്രമല്ല കമൻറ്റ് ബോക്സിൽ നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട്, പിന്നെ എനിക്ക് വേറെ എന്താ വേണ്ടേ, അതുതന്നെയാണ് എൻ്റെ എനർജിയുടെ രഹസ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓരോ ദിവസം വൈകുന്നേരം ബെഡിൽ കയറുമ്പോഴും നമുക്ക് തോന്നണം ഇന്നത്തെ ദിവസത്തെ ഒരു മിനിറ്റ് പോലും നമ്മൾ പാഴാക്കിയില്ലാന്ന്. നമുക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, നമുക്ക് ചുറ്റുമുള്ളവർക്കും വേണ്ടി നമ്മളിങ്ങനെ കുറച്ച് നേരം മാറ്റി വെച്ച് മുന്നോട്ട് പോകുന്ന ജീവിതമൊക്കെ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക അല്ലേ. അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇത് ചിലപ്പോൾ എൻ്റെ മാത്രം ചിന്താഗതി ആയിരിക്കാം. ഇന്നൊരു ഒഴിവ് ദിവസമാണ് കേട്ടോ. കാലത്ത് തന്നെ ഭാഗ്യം പോണത് നമ്മുടെ കൃഷ്ണേൻ്റെ കടയൊക്കെയാണ്. ഇവിടെ നമ്മളിങ്ങനെ പണ്ടത്തെ പോലെ ഈ ന്യൂസ് പിടിക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നടക്കുന്നത് കൃഷ്ണേൻ്റെ കടയിലാണ്. ഈ നാട്ടുകാരൊക്കെ ഇങ്ങനെ ഒത്തുകൂടും. അപ്പോൾ അവിടെ ഇരുന്നൊരു ചായയും ചിലപ്പോൾ ഒരു പുട്ടിൻ്റെ കഷ്ണമൊക്കെ കഴിച്ചിട്ടാണ് ഭാഗ്യം വരിക. അപ്പോൾ അതൊന്നും കഴിക്കല്ലേ എന്നാണ് ഞാൻ ഭാഗ്യനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു താമരയില പൊട്ടിച്ചിട്ട് അതിൽ നമുക്ക് നമ്മുടെ ഈ ഇരുമ്പുളിയൊക്കെ പൊട്ടിച്ചിട്ടിട്ട് ഇന്നൊരു അടിപൊളി അച്ചാറുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ദിവസം സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ഇവിടെ കുറച്ച് ദിവസമായിട്ട് വേനൽ മഴയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അത് കാരണം നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കൽ ഇത്തിരി ബാക്കിലേക്ക് ഉണ്ടായിരുന്നേ. പക്ഷേ മഴകൾ 2 ദിവസമായിട്ട് ഇല്ലാണ്ടായപ്പോൾ നമ്മൾ ഇന്നൊക്കെ ഒന്ന് നനയ്ക്കാമെന്ന് വിചാരിച്ചതും കുറച്ചേരം കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. അപ്പോൾ നമുക്ക് പോണ വഴിക്ക് കുറച്ച് പച്ചമുളകൊക്കെ പൊട്ടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ശ്രീയാണ് കേട്ടോ. കാലത്ത് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസം പ്രാക്ടീസ് ചെയ്യാനായിട്ട് സമയം കിട്ടില്ല. അപ്പോൾ കുറച്ച് നേരം ഐറ്റം മാത്രം ഒന്ന് കളിച്ചു നോക്കൂ കേട്ടോ. പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മറക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് കളിച്ച് നോക്കല്. അരമണ്ടലം ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാം. നന്നായിട്ട് തിളങ്ങുന്നുണ്ടല്ലേ, ഒരു സ്പെഷ്യൽ ഗ്ലോ ഉണ്ടല്ലേ. ആക്ച്വലി എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഓയിലിയാണ്. ആ ഓയിലിൻ്റെ ഉള്ളിൽ കൂടെ ഈ കാറ്റും അതുപോലെ തന്നെ പുകയും പൊടിയും ഒക്കെ അടിച്ചിട്ട് നമ്മുടെ ഡേർട്ടും പൊടിയും സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടിഞ്ഞുകൂടിയിരിക്കും. പോസൊക്കെ ക്ലോസ് ആവും, നമുക്ക് മുഖക്കുരു വരാൻ ചാൻസ് ഉണ്ട്. അത് കാരണം കൊണ്ടായിട്ടുള്ള ബെസ്റ്റ് ഒരു സ്കിൻ കെയറും അതുപോലെ തന്നെ ഒരു ഫേസ് വാഷും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. അടിപൊളി സംഭവമാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ എപ്പോഴും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ഇതുപോലെ തന്നെ ഓയിലി ഒക്കെ ആയിട്ടുള്ള സ്കിന്നുകളെ ഒരു സ്പെഷ്യൽ ഇഫക്റ്റ് ഒക്കെ കൊടുത്ത് ഗ്ലോ ഒക്കെ പുറപ്പെടുവിക്കുന്ന രീതിയിൽ അടിപൊളിയാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഒരു പുതിയ ഫേസ് വാഷാണ് മക്കളെ ഇത്. ഇതാണ് നമ്മുടെ മാമാഅർത്തിൻ്റെ ചിയ ഓയിൽ ഫ്രീ ഫേസ് വാഷ് കേട്ടോ. ഇത് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്നത് ചിയും സെറാമൈഡ്സ് കൊണ്ടാണ്. ഇത് നമ്മുടെ സ്കിന്നിനെ ഡീപ്ലി ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഹെൽത്തി സ്കിൻ ബാരിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഡെർമറ്റോളജിസ്റ്റൊക്കെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നതാണ് കേട്ടോ. മാത്രമല്ല ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഇത് നമ്മുടെ ഓയിലി സ്കിന്ന് തൊട്ട് അങ്ങനെയുള്ള ഒരു സ്കിൻ ഉണ്ടല്ലോ, നോർമൽ ടൈപ്പ് സ്കിന്ന്, അവർക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചില ഫേസ് വാഷുകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടും അതുപോലെ തന്നെ പിമ്പിൾസ് വരുന്ന രീതിയിലും ആക്നി പ്രോൺ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ ഈ ഒരു സംഭവം ട്രൈ ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ചിയ ആൻഡ് സെറമൈഡ്സ് ആണ് നമ്മുടെ സ്കിന്നിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നാച്ചുറൽ ബാരിയർ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒരുപാട് ഡെർമറ്റോളജിസ്റ്റ്, അതായത് അവരുടെ കൂട്ടായ പ്രവർത്തനം, ഒരു ക്രിയേഷനാണ് ഈ ഒരു ഫേസ് വാഷ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഫ്രാഗ്രൻസ് ഫ്രീ ആയ കാരണം കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മാത്രമല്ല നമ്മുടെ നോർമൽ സ്കിന്ന് തൊട്ട് ഓയിലി സ്കിന്ന് വരെയുള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ട്രെച്ചറും അതുപോലെ തന്നെ ഒരു നോൺ ഗ്രീസി ഒക്കെ ആയതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ യൂസ് ചെയ്യാൻ തോന്നി. അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, എന്നാൽ പിന്നെ നമ്മുടെ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടേ അവിടെ എന്താ സംഭവിക്കണമെന്ന് നോക്കിയാലോ എന്ന്. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതേ കണ്ടോ, മൊത്തത്തിൽ നമ്മുടെ ആ ഒരു മോയ്സ്ചർ അതങ്ങോട്ട് ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലും ഈ ഒരു സെയിം എഫക്റ്റ് നടക്കുന്നുണ്ട് കേട്ടോ. മോയ്സ്ചർ ലോക്ക് ചെയ്ത് ഒരു ബാരിയർ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ സിറമൈഡ്സ് ചെയ്യുന്നത് റിപ്പയറിങ് സ്ട്രെങ്തനിങ്ങും ആണ് കേട്ടോ. ഒരു സ്കിൻ ബാരിയറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും സഹായിക്കുന്നുണ്ട്. ഇറിറ്റേഷൻസും അതുപോലെ ഡ്രൈനെസ്സും ഒക്കെ ഇത് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് കഴുകി വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ നല്ല ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഇതിന് തന്നെ ഒരു മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് ചിയ സീഡ്സിൻ്റെ തന്നെ കേട്ടോ. അത് ഇതുപോലെ തന്നെ 24 hours ഒരു നമുക്കൊരു മോയ്സ്ചർ ഇഫക്റ്റ് തരുന്നതാണ്. മാത്രമല്ല നമുക്കൊരു കംഫർട്ടബിൾ ഫീല് ത്രൂ ഔട്ട് ഡേ ഫീൽ ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ ഈ 2 പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് മാമാർത്തിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇഷ്ടമാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവർ നമ്മുടെ റിവ്യൂസ് കേൾക്കുന്നുണ്ട്. നമ്മുടെ കമൻസുകൾക്ക് നല്ലൊരു വാല്യൂ തരുന്നുണ്ട്. അത് കാരണം കൊണ്ട് കുറേ ഇമ്പ്രൂവ്മെന്റ്സ് അവരുടെ പ്രൊഡക്റ്റിൽ വരുത്താനായിട്ട് അവർക്ക് പറ്റുന്നുണ്ട്. അതൊരു നല്ല പോയിന്റ് ആണല്ലേ. റിവ്യൂസ് പറഞ്ഞാൽ മാത്രമാണ് നല്ല ചേഞ്ചസ് അവരുടെ പ്രൊഡക്റ്റിലും അതുപോലെ തന്നെ അവരുടെ പുതിയ പുതിയ പ്രൊഡക്റ്റിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും കീപ് ഷെയറിങ് അവർ തോട്ട്സ് ആൻഡ് റിവ്യൂസ് ടു ദം. ഓക്കെ, മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും നൈക്കയിലും ഫ്ലിപ്കാർട്ടിലും ആമസോണിലും പർപ്പിളിലും ഒക്കെ അവൈലബിൾ ആണ്. മാത്രമല്ല ഇപ്പൊ നമ്മുടെ അടുത്തുള്ള എല്ലാ ഷോപ്പുകളും ഉണ്ടല്ലോ, അവിടെയും ഇത് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് അവിടെ പോയാലും ഈ സംഭവം കിട്ടും. അപ്പൊ ഇതാണ് എന്റെ കൂപ്പൺ കോഡ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട്. പിന്നെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. കാലത്ത് തന്നെ നമ്മുടെ മഞ്ഞളും ചെറുനാരങ്ങയും നമ്മൾ ഐസ് ക്യൂബ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് ചൂടുവെള്ളത്തിൽ ഇത്തിരി തേൻ ഒഴിച്ചിട്ട് കുടിക്കും കേട്ടോ. ഇപ്പോൾ കാലത്തെ കാപ്പി കുടിക്കൽ ഞാൻ അങ്ങോട്ട് ഒഴിവാക്കി. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒഴിവാക്കിയത് കേട്ടോ. ഒരു അഡിക്ഷൻ പോലെയായിരുന്നു കാപ്പി കുടിക്കൽ. ഞാനൊരു ഒരാഴ്ച നിർത്തിയപ്പോഴേക്കും പിന്നെ ഓക്കെ ആയി തുടങ്ങി. അംഗം തുടങ്ങാം. ഫൈനലി നമ്മളിന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം ക്ലീനിങ് ഒക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ശാന്തമ്മ വരുന്നില്ല, കാരണം ഡാൻസ് ക്ലാസ്സിൽ പോകേണ്ട കാരണമുണ്ട്. അല്ലെങ്കിൽ ശാന്തമ്മ മാസത്തിൽ ഒരിക്കലാണ് 1-2 ദിവസങ്ങളിലേ വരാറുള്ളൂ. ഇപ്പൊ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകേണ്ട കാരണം കൊണ്ട് എനിക്ക് തോന്നുന്നു ഉത്സവം കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടേ ഇല്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഉണ്ടെങ്കിലാണ് ആള് വർക്ക് ചെയ്യുള്ളൂ, വീടിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ പണിയെടുക്കുള്ളൂ, വൃത്തിയാക്കി ഇടുള്ളൂ, അല്ലെങ്കിൽ പുറത്തത്തെ പരിപാടികൾ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ ആൾക്ക് പേടിയാണ് വീടിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കാനായിട്ട്. അപ്പൊ എനിക്കാണെങ്കിൽ അതിനുള്ളൊരു അവസരം കിട്ടുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഞാൻ എന്നെ ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. കുറച്ച് ദിവസം അങ്ങനെയാണ് പോണത്. അപ്പൊ ഇന്നൊരു ഡീപ്പ് ക്ലീനിങ് ഡേ ആണ്. മാത്രമല്ല ഈ പരീക്ഷയുടെ സമയമായ കാരണമുണ്ട്. അടുത്ത മാസം 20-ാം തീയതി തൊട്ട് 30-ാം തീയതി വരെയാണ് നമുക്ക് പരീക്ഷ എടുക്കുന്നത്. 10 ദിവസത്തിന്റെ ഇടയിൽ നമുക്ക് 3 എക്സാം എഴുതിയെടുക്കണം. അപ്പോൾ കുറച്ചധികം ടൈം നമ്മൾ അതിന് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ ഞാൻ എല്ലാവരോടും ചോദിച്ചു എന്താ ചെയ്യുക, കുക്കിങ്ങിനാണ് ഏറ്റവും അധികം, വീട്ടിലത്തെ പരിപാടികൾക്കാണ് ഏറ്റവും അധികം സമയം പോണേന്ന് പറഞ്ഞു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു സമയം പോക്കല്ല കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ജീവിതമാർഗം, ഞാൻ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ട് എൻ്റെ കൂട്ടുകാരെ കാണിക്കുമ്പോഴാണല്ലോ നമുക്കതൊരു, അല്ലെങ്കിൽ എൻ്റെ ചേച്ചിമാരെയും കൂട്ടുകാരെയൊക്കെ കാണിക്കുമ്പോഴാണല്ലോ എനിക്കതൊരു വരുമാന മാർഗത്തിലേക്ക് എത്തണേ. പക്ഷെ കുറച്ച് ദിവസം ഒരു 1-2 ആഴ്ച ഞാനൊരു പ്ലാനിങ്ങിലേക്ക് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലേ എനിക്ക് പരീക്ഷ 3 അറ്റ്ലീസ്റ്റ് പാസ്സാവാനെങ്കിലും പറ്റും. നമുക്കങ്ങനെ വലിയ മാർക്കൊന്നും വേണമെന്നൊന്നുമില്ല, ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി, അത്രയുള്ള ആഗ്രഹമുള്ളൂ എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിക്കുകയാണ് കുറച്ച് കുക്കിംഗ് ഒക്കെ ചെയ്ത് വയ്ക്കാന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വീണ ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ കണ്ടപ്പോഴേ ഞാനതിൽ കണ്ടായിരുന്നു വീണ ചേച്ചി ചെയ്ത് വെക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നലെ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഈ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. ഞാനങ്ങനെ പണ്ട് നമ്മുടെ വീട് പണിയുന്ന സമയത്ത് കുറച്ചൊക്കെ കുക്ക് ചെയ്തും അറേഞ്ച് ചെയ്തൊക്കെ വെക്കുകയായിരുന്നു. പിന്നെ വീണ ചേച്ചി ഉണ്ടാക്കി വെക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് നല്ലൊരു ഐഡിയ ആണല്ലോ. നമുക്കിതിൽ പാത്രങ്ങളിലാക്കിയിട്ട് നമുക്ക് ഒരുപാട് ദിവസത്തേക്കൊന്നും പറ്റില്ല, ഒരു 3 ദിവസത്തേക്കൊക്കെ അത്ര മതി. അത് കഴിയുമ്പോൾ വീണ്ടും ഞാൻ ഇതിലേക്ക് ഈ അങ്കത്തട്ടിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ക്ലീനിങ്ങും അതുപോലെ തന്നെ കുക്കിങ്ങും ഒരു വീക്കെൻഡ് കുക്കിംഗ് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം ഇവിടെ ആരംഭിക്കാമെന്ന് വിചാരിച്ച്, എന്നെപ്പോലെ നിങ്ങളും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കി. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് വിജയിച്ചപ്പോഴാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമുക്ക് ഇന്നലെ അരച്ച് വെച്ച് നമ്മുടെ ദോശമാവ് എടുത്തിട്ട് ദോശ ഉണ്ടാക്കാം. അതും വളരെ എളുപ്പത്തിലൊരു ദോശ. മടിയന്മാരാണ് ഏറ്റവും അധികം എളുപ്പപ്പണികൾ കണ്ടുപിടിക്കുക എന്നാണ് നമ്മുടെ കുഞ്ഞൻ പറയാം. അപ്പോൾ കാരണം ആൾക്ക് കുറെ എളുപ്പപ്പണികളുള്ളതാണ്, പക്ഷേ അവിടെ എളുപ്പപ്പണികളൊക്കെ അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് അരച്ച് വെച്ച ദോശമാവ് ഉണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിലും ഇതുപോലെ തന്നെ നല്ല ഇങ്ങനെ പൊന്തിനെ പ്ലഫി ആയിട്ട് വരും എന്നുള്ളതാണ് കേട്ടോ. പക്ഷേ പകുതി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇഡ്ഡലിയും ദോശയും ഒക്കെ ഉണ്ടാക്കാമല്ലോ. പിന്നെ ഒരു ചപ്പാത്തിയുടെ പാക്കറ്റും കൂടി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാറി മാറി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ മടിയൻ ദോശ, നമുക്ക് ചമ്മന്തിയോ അല്ലെങ്കിൽ കറികളോ ഒന്നും വേണ്ടാത്തതാണ് തയ്യാറാക്കുന്നത് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മുടെ സുഗുണ ചിക്കനിലത്തെ കുറച്ച് ബ്രസ്റ്റിൻ്റെ പാർട്സ് വറുത്ത് വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് ഒന്ന്
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സവോളയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മുടെ കറിവേപ്പിൻ്റെ ഇലയും ഒരു 3 മുട്ടയും നമ്മളെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുട്ട ദോശ എന്ന് പറയും, നമ്മുടെ ഇവിടെ തട്ടുകടകളിലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നമ്മുടെ മോഹനേട്ടൻ്റെ തട്ടുകടയുണ്ടല്ലോ അതുപോലെ തന്നെ നമ്മുടെ കുട്ടനല്ലൂരുള്ള തട്ടുകടകളിലൊക്കെ ഇത് കിട്ടാറുണ്ട്. അങ്ങനെയാണ് നമ്മൾ ആ റെസിപ്പി കണ്ടുപിടിച്ചത്. ഇത് നമ്മൾ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാണ്ടിരിക്കാനായിട്ട് ഒന്ന് സ്പ്രേ ബോട്ടിൽ മേടിക്കാം എന്ന് വിചാരിച്ച് മേടിച്ചതാണ്. പക്ഷെ അത് ആരും യൂസ് ചെയ്തതായിരുന്നടാ. എനിക്ക് മണം അങ്ങനെ വന്നപ്പോഴേ ഒരു കാര്യം മണം ഉപയോഗിച്ച് അന്ന് അത് പൊട്ടിച്ച് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടെങ്കിലും റിട്ടേൺ ചെയ്യില്ലേ എന്നൊക്കെ തോന്നി. ചില ആൾക്കാർ അങ്ങനെയല്ലേ, അവരുടെ കാര്യം സെൽഫിഷാണ് എല്ലാവരും നമ്മുടെ ചുറ്റുള്ളവരെന്ന് തോന്നി എനിക്ക്. അന്ന് ഉപയോഗിച്ച സാധനം നമുക്ക് അയച്ചു തന്ന വിദ്വാൻമാരായ മീഷോനെ കുറിച്ച് പിന്നെ പറയേ വേണ്ട അല്ലേ. എന്തായാലും ഞാനത് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിതൊന്ന് വെയിലത്ത് ഉണക്കാൻ വേണ്ടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. എനിക്ക് എന്തായാലും അത് ആവശ്യമായിട്ട് തോന്നിയായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കി തുടങ്ങിയാലോ. ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട കേട്ടോ. ദോശയിൽ നമ്മുടെ ആ ഒരു മുട്ട പിടിക്കാൻ പാകത്തിന്, തട്ട് ദോശ എന്ന് പറയുമ്പോൾ കുട്ടിത്തട്ട് ദോശയില്ലേ, നമ്മുടെ ആ ഒരു പരുവത്തിലാണ് നമ്മൾ ആക്കണത് കേട്ടോ. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് അടച്ച് വെക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചീര മുറിക്ക് പോവാണ്. ചീര മുറിക്കാൻ ഇത് വെയിലുള്ള സമയമാണ്. ഈ നേരത്തെ കടയിൽ പോകണം. അപ്പോൾ എന്തായാലും മുറിച്ച് കൈയോടെ കൊണ്ടുപോകണം. സിന്ദൂരാണ് ആദ്യമായിട്ടുണ്ടായ സിന്ദൂരം. നല്ല മധുരമുള്ള വാങ്ങിയാട്ടോ. ഞാൻ തൊട്ടില്ലെങ്കിലും മുറ്റത്തൊരെണ്ടായിട്ടുണ്ട് സിന്ദൂരം. ചളി എന്ത് ചളി പറഞ്ഞാലും അതിൻ്റെതായ രീതിയിൽ എടുക്കുന്ന ഒരു കംഫർട്ട് സോണാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഒരു ഹോം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. അപ്പം നമ്മളിന്ന് പതിവ് പോലെ തന്നെ നമ്മുടെ പറമ്പിലത്തെ ചീരയൊക്കെ പൊട്ടിച്ചിട്ട് കടയിലേക്ക് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. ഇന്ന് ഇത്തിരി വൈകിയ കാരണം കൊണ്ട് ചീര ചിലവാകുമോ എന്നുള്ള ഒരു ടെൻഷനിലാണ്. നമ്മൾ കടയിലേക്ക് കൊണ്ടുപോകുന്ന സാധനങ്ങളൊക്കെ അത് രാവിലെ അവിടെ സ്റ്റോക്ക് ചെയ്തല്ലാണ് ഹോൾസെയിലുകാർ വന്നിട്ട് പർച്ചേസ് ചെയ്യുള്ളൂ. നമുക്ക് പക്ഷെ മുള്ളൻചീര വേണ്ടല്ലോ, നമുക്ക് ഈ ചീര മതി. ഇതാണ് നല്ല ചീര. ചീര മുട്ടിയുണ്ട്. നമ്മുടെ പരിപാടികളൊന്നും നടക്കില്ല. നമുക്ക് പതുക്കെ നമ്മുടെ ഉച്ച പരിപാടിക്ക് നടക്കാം. അതോടെ വേണ്ടുവാണ് നമുക്ക് വീടടിച്ച് വേണ്ടി തുടയ്ക്കാൻ. കുറെ ദിവസമായി അടിച്ചു വാരി വീടൽ മാത്രമല്ല, തുടക്കലില്ല. എന്നാലും ഒന്നൊന്നര പണി കാണാൻ വഴിയുണ്ട്. മടിയന്മല ചുമക്കും കടമിരിയിൽ കമലദളം കവിളിണയിൽ സിന്ദൂരം നടനടന്നാൽ പുലരി മഴ പൂഞ്ചൊട്ടിയിൽ പുന്നാരം. ഇതൊക്കെ എന്ത് നിസ്സാരം എന്ന് വിചാരിച്ച് നമുക്ക് ഇന്നത്തെ ദിവസം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. മുന്തിരിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും ഒക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ TV കാണാനായിട്ട് ഇരിക്കുന്ന സമയത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോക്കോളും. ഇതെന്താ സാധനം എന്ന് പോലും അവർക്ക് ആ സമയത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാറില്ല. ഇങ്ങനെ ചെയ്യുന്ന ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്, കുറച്ച് പരിപ്പടപ്പത്തിട്ടുണ്ട്. നമ്മളിന്ന് ഒരു കഷ്ണം നമ്മുടെ കുമ്പളങ്ങി ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിന്ന് ഒഴിവാക്കാനായിട്ടുണ്ട്. അത് കാരണം കൊണ്ട് കുറച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം എനിക്ക് പ്രാക്ടീസിന്റെ വശത്തേക്കും അതുപോലെ തന്നെ കുറച്ച് അത്യാവശ്യമായിട്ടുള്ള ഷൂട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്മിറ്റ്മെന്റുകൾ ഒരുപാടുള്ള കാരണം കൊണ്ട് എന്ന് വേണമെങ്കിൽ പറയാല്ലേ, അതൊക്കെ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മൾ അതിൽ കുമ്പളങ്ങയും അതുപോലെ തന്നെ പൊട്ടിച്ച ഇരുമ്പുളിയും തക്കാളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. പതിവ് പോലെ തന്നെ നമ്മുടെ കുക്കു അസമോ സ്റ്റോറി ഇട്ടല്ലോ അങ്ങനെ എന്തോ ഓണായി കിടക്കുന്നുണ്ട്. അപ്പോൾ മുകുന്ദൻ്റെ ഒരു കഥ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. സാറിൻ്റെ കഥകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരു തേങ്ങ പൊട്ടിച്ചോടും, അതാണ് ഈ അവസ്ഥ. കൊപ്രയായിരുന്നു, എന്നാലും പിന്നെ ഒരു കടിയൊക്കെ കടിച്ച് എനിക്ക് എന്താണെന്നറിയില്ല, കൊപ്ര കണ്ട അപ്പോൾ അത് കഴിക്കാൻ ഒരു വല്ലാത്ത ഫീലാണ്. അപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഇതാ നമ്മുടെ ഈ പരിപ്പ് ഇങ്ങനെ തിളച്ച് പോയിട്ടുണ്ട്. നിൽക്കട അവിടെ എന്ന് പറഞ്ഞപ്പോൾ അവൻ തിളച്ച് പോലെ അവിടെ നിർത്തിയിട്ടോ. ഇനി നമുക്കത് അവിടെ വൃത്തിയാക്കി എടുക്കാം. ഇതൊക്കെയാണ് ഇരട്ടിപ്പണി എന്ന് പറയണത് അല്ലേ. നമ്മൾ നാളികേരം അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഷ്ടമില്ലാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിക്കോളൂ കേട്ടോ. ജീരകം, കുഞ്ഞുള്ളി അതുപോലെ തന്നെ പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ് നാളികേരത്തിൻ്റെ ഒപ്പം ഇട്ടിട്ട് അടിക്കണത് കേട്ടോ. കൊപ്രം ഞാൻ കളഞ്ഞായിരുന്നു, ഇത് വേറെ നാളികേരം ചിരകിയെടുത്തതാണ്. കറിക്കൊക്കെ എപ്പോഴും നമ്മൾ ഇങ്ങനെ ഇങ്ങനെ പച്ചരച്ച് വെക്കുമ്പോഴേ നല്ല നാളികേരം ഉണ്ടല്ലോ, അതായത് നല്ല മാംസമുള്ള നല്ല മധുരമുള്ള നാളികേരമാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇളയമ്മ എപ്പോഴും പറയും. അപ്പോൾ നമ്മളതൊന്ന് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചധികം നേരം തന്നെ തിളപ്പിക്കണം. നമ്മുടെ ഈ ഒരു പച്ചമണം മാറുന്ന വരെ
നമ്മൾ തിളപ്പിച്ചെടുക്കണം. കുറച്ച് അധികം വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ദിവസത്തേക്ക് ആയിക്കോട്ടെ. ഇവിടെ പരിപ്പും ഒരു പപ്പടം ഒരു മീൻ വറുത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണികളൊക്കെ കഴിയും. നല്ല രുചിയോടുകൂടെ എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനാണ് കേട്ടോ ഇന്നത്തെ എല്ലാ റെസിപ്പീസും പ്രിപ്പയർ ചെയ്യുന്നത്. ഞാൻ പിന്നെ അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു മാത്രം. അങ്ങനെ നമ്മളത് കുറച്ച് വറ്റൽമുളകും വേപ്പിൻ്റെ ഇലയും കടുകും പൊട്ടിച്ച് അതിൽ കുറച്ച് നമ്മുടെ ആ ഒരു കളറിന് വേണ്ടിയിട്ട് മുളക് പൊടി കൂടിയിട്ടിട്ട് ഇതൊന്ന് കാച്ചി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപ്പ് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത പണിയും എനിക്ക് ഭയങ്കര പണിയായിട്ട് തോന്നിയിട്ടുള്ളൊരു പണിയും. അതായത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വയ്ക്കില്ല. ഇത് ഡെയിലി ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായ കാരണം കൊണ്ട് ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എളുപ്പപ്പണി എന്ന് വെച്ചാൽ അത് എളുപ്പപ്പണി എന്ന് പറയാൻ പറ്റില്ല. മുമ്പേ നമ്മൾ പ്രിപ്പയർ ചെയ്ത് പ്രിസർവ് ചെയ്ത് വെക്കും. നാവൊന്നും വഴങ്ങണില്ലല്ലോ എന്ന്. അതായത് നമ്മൾ ഇഞ്ചി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മളത് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചതാണ്. അപ്പം ഞാൻ നന്നായിട്ട് പ്രഷർ വാഷ് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിൻ്റെ പകുതിയോളം വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. എന്നിട്ട് ഒരു പിടി ഉപ്പും നല്ല കല്ലുപ്പും പച്ചമുളകും നമ്മുടെ ആവശ്യത്തിന് എരിവിന് വേണ്ടത്രയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചു വെക്കും. ഇത് എനിക്ക് ഇനി 1-1.5 മാസത്തേക്ക് ഉണ്ടാവും കേട്ടോ. മുകുന്ദന്റെ കൂടെ നന്നാക്കുന്ന ചോയി, അതാണ് കഥ. ഞാനത് കഥ കേട്ടോണ്ടാണ് നമ്മുടെ പണികളൊക്കെ ചെയ്യണേ. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു ഈ മിക്സിയും ഈ വക സാധനങ്ങളൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ ദൈവമേ നമ്മളെങ്ങനെ ജീവിക്കും. ഇതിന് ഇലക്ട്രിസിറ്റിയിൽ കുറച്ച് ദിവസം മുമ്പ് ശ്രീകുട്ട ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദൈവമേ കറണ്ട് ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യൂല നമ്മളെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. അവന്റെ പ്രായം തൊട്ട് നമ്മൾ ചിന്തിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അത് ഇത്രയൊന്നും കിട്ടിയിട്ടില്ല, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കൂട്ടോ, ഇതൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരൊരു ബുദ്ധിയേ. വിമാനാണല്ലോ പണി അവരുടെ ബുദ്ധി. ജെറ്റ്. പക്ഷെ ഇതിങ്ങനെ അടിക്കുമ്പോഴേ ഞാൻ ആലോചിക്കാം, മുകളിലുള്ളത് താഴത്തേക്ക് വന്ന് പിന്നെ ഇങ്ങനെ അരഞ്ഞരഞ്ഞു എന്താ അല്ലേ. അങ്ങനെ നമ്മുടെ ആദ്യത്തെ പ്രിസർവേഷൻ തുടങ്ങിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ കൊതിപ്പിക്കാൻ പോട്ടാ നമ്മുടെ മമ്മ ഉണ്ടാക്കിയ അച്ചാറ്. ഞാൻ അച്ചാറുണ്ടാക്കി കാണിച്ചു കൊടുക്കും എന്റെ ഫ്രണ്ട്സിന്. നിങ്ങൾക്ക് ഞാൻ അച്ചാറുണ്ടാക്കി കാണിച്ചു തരാം കേട്ടാ. കൊതിപ്പിക്കാൻ നോക്കണോ പോയി മലയാളം പരീക്ഷയ്ക്ക് പഠിക്കുക. നാളെ മലയാളം പരീക്ഷകളവൻ 4 മറ്റന്നാ. എന്റെ വയൽ വെള്ളം വരുന്നത് പോസൈക്കൊണ്ടാവണം. ഞാൻ നമ്മുടെ കമല സുരയ്യ ഉണ്ടല്ലോ, മധവിക്കുട്ടിയുടെ ആ റൂട്ട് പിടിക്കുന്ന ആളാണ് കേട്ടോ. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരും ഞാൻ പ്രകടിപ്പിക്കുന്ന ആളുമാണ് കേട്ടോ. പലരും അതിന് പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. ഓവറാണ്, പ്രഹസനാണെന്നൊക്കെ പറയും. പക്ഷെ എനിക്ക് ഞാൻ അവനല്ലേ പറ്റുള്ളൂ. എനിക്ക് എഴുതാനല്ല അറിയാൻ പാടുള്ളൂ സാറേ, വായിക്കാൻ അറിയാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിനൊരു കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. അത് പുറത്തിരുന്നുള്ളൂ കേട്ടോ 1 മാസമൊക്കെ. അങ്ങനെ കുറച്ച് ബാക്കിയുള്ള പരിപാടികൾക്ക് ഞാൻ നോക്കിയപ്പോഴേ മല്ലിയില കാണാനില്ലേടാ. അങ്ങനെയാണ് നമ്മൾ ഇവിടെ നമ്മുടെ ഗ്രോ ബാഗിൽ നട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു എന്താ ചൈനീസ് മല്ലിയോ മൈസൂർ മല്ലിയോ അങ്ങനെ എന്തോ അതിനൊരു പേര് പറയില്ലേ, ശരിക്കും മല്ലിയിലയുടെ മണമാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതേ ഒരു ടേസ്റ്റും ആ ഒരു മണമൊക്കെ വരും. അപ്പോൾ അത് നമുക്ക് വേണ്ടി വരുന്നത് ഈ ഒരു കൂണ് ഫ്രൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മഷ്റൂം കറി വയ്ക്കുന്നുണ്ട്, അതിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഇവിടെ ഞാൻ കൂടുതലും വെജുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ. പക്ഷെ ഇന്ന് ചിക്കൻ ഉണ്ടാവും, അത് വേറെ കാര്യം. ഇവിടെ ശ്രീകുട്ടൻ്റെ ഏട്ടനൊന്നും ചിക്കൻ്റെ ഒരു കഷ്ണമോ അല്ലെങ്കിൽ മീൻ്റെ ഒരു കഷ്ണമോ ഇല്ലാണ്ട് കഴിക്കില്ല. പക്ഷെ ഞാൻ കുറച്ചും കൂടെ വെജിറ്റേറിയനിലേക്ക് മാറാനുള്ള ചെറിയൊരു ശ്രമത്തിലാണ്. തടി കൂടിയൊക്കെ വരികയല്ലേ, അപ്പോൾ നമുക്കൊക്കെ ഒന്ന് ഒതുക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞാൻ കുറച്ച് എന്താ പറയുക നല്ല പ്രോട്ടീൻ കണ്ടൻ്റ് ഉള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ മഷ്റൂം അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് നമ്മുടെ ഓവനിലൊന്ന് വെച്ചിട്ടുണ്ട്, ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉള്ളിലത്തെ കീടാണുക്കളൊക്കെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി ഈ ഒരു പാത്രമായിരിക്കും നിങ്ങൾ ത്രൂ ഔട്ട് നമ്മുടെ ഈ വ്ളോഗിൽ കാണാം കേട്ടോ. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആലോചിച്ചത്, ദൈവമേ ഞാൻ ഈ ഒരു പാത്രത്തിലാണ് എല്ലാം കുക്ക് ചെയ്തതെന്ന്. കാര്യം നല്ലതാണ്, നമുക്ക് ഒരുപാട് പാത്രങ്ങൾ കഴുകേണ്ടി വരില്ല. എന്നിട്ട് പോലും വൈകുന്നേരം ഇപ്പോൾ ഭാഗ്യം പാത്രം കഴുകാൻ നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, മോൻ ഇത്ര അധികം സാധനങ്ങൾ ഉണ്ടാക്കിയൊന്ന്. പക്ഷേ പറഞ്ഞിരിക്കില്ല, ഞാൻ ആ ഒരു റെസിപ്പി അങ്ങോട്ട് മറന്നുപോയിടാ പറയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ സവോളയും അതുപോലെ തന്നെ കുഞ്ഞുള്ളിയും നന്നായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും ഇട്ട് കൊടുത്ത പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. കുറച്ച് നമ്മുടെ ഡാർക്ക് ഇല്ലേ സോയും അതുപോലെ തന്നെ കുറച്ച് ചില്ലി സോസും പിന്നെ
ടൊമാറ്റോ സോസും കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ട് നല്ല ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മഷ്റൂമും കൂടി ഇട്ട് കൊടുത്തപ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ ചിക്കൻ വെക്കണ പോലെ അടിപൊളിയായിട്ടൊരു മഷ്റൂം കറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വേകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു വന്ന പനീർ നമുക്ക് സെറ്റാക്കാമെന്ന്. ഇവിടെ നമ്മുടെ ഹൈലൈറ്റ് മാളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പനീർ നമുക്ക് ഓഫറിൽ കിടക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനിങ്ങനെ വലിയ പനീർ മേടിക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ പകുതി ഞാൻ കുഞ്ഞിന് കൊടുത്തു വിടാറുണ്ട്. ഇപ്രാവശ്യം പോയപ്പോൾ കുഞ്ഞുണ്ടായിരുന്നില്ലായിരുന്നു കൂടെ. അത് കാരണം ഒക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരിക ചെയ്തത്. അപ്പോൾ ശ്രീകുട്ടനെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ പനീർ വെറുതെ ഫ്രൈ ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് നമ്മൾ മീൻ വറക്കണോണം വറുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് പിന്നെ വേറെ ഒന്നും വേണ്ട, ചിക്കനും പോലും വേണ്ട. അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക് പനീർ എന്ന് പറയുന്നത്. പക്ഷെ ഭാഗ്യന് ഈ പനീർ കഴിക്കാനും പറ്റില്ല, ഇഷ്ടമില്ല. അഥവാ അങ്ങനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് അലർജിക്കുമാണ്. ആൾക്ക് ചെറുതായിട്ട് തന്നെ മേത്ത് തടിച്ച് പൊന്തുമൊക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ മഷ്റൂം ഒന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പനീറിൽ നമുക്ക് ഇതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിയും ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതാ ഞാൻ പറഞ്ഞ ഈ ഒരു പാത്രത്തിലാണ് നിങ്ങൾ ഇനി എല്ലാം കാണാൻ പോകുന്നത്. ഇത്രയധികം പാത്രങ്ങൾ ഉണ്ടായിട്ട് എന്തിനാ ശ്രീജയ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിക്കരുത്. ഇത് ഞാൻ ഇന്റൻഷ്യലി ചെയ്തതല്ല കേട്ടോ. അപ്പോൾ പനീർ നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് കോരി എടുക്കാം. എന്നിട്ട് അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എങ്ങനെയാണോ നമ്മൾ സാധാരണ നമ്മുടെ ബട്ടർ പനീർ ഉണ്ടാക്കുക അതുപോലെ തന്നെ കേട്ടോ. പക്ഷെ ഞാൻ ബട്ടർ യൂസ് ചെയ്യണില്ല എന്ന് മാത്രം, ബാക്കിയുള്ള എണ്ണയിൽ തന്നെയാണ് ചെയ്യുന്നത്. സവോള നമ്മൾ ഇട്ടിട്ടുണ്ട്, അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ നമ്മുടെ നാടൻ പച്ചമുളക് തന്നെയാണ് നമ്മൾ എല്ലാത്തേക്കും യൂസ് ചെയ്യുക. അത് 1-2 യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഇതാകുമ്പോൾ ശ്രീകുട്ടനാണ് കൂടുതൽ കഴിക്കുക. എന്നിട്ട് നമ്മൾ തക്കാളി പിന്നെ ഇപ്പം ഇട്ടിട്ടില്ല. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്ത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടച്ചു വെച്ച് അതൊന്ന് നന്നായിട്ട് ഒന്ന് ആയി വരുമ്പോഴേ നമുക്കതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് ക്രഷ് ചെയ്തല്ല, പേസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്ര അധികം പനീർ നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ശ്രീകുട്ടന് ഇത് വെറുതെ വറുത്ത് കൊടുത്താൽ തിന്നാൻ ഇഷ്ടമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു പാത്രം നമ്മളതങ്ങനെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. നാളികേരം പാലോ അല്ലെങ്കിൽ നമ്മുടെ ക്രീം ഒഴിച്ചിട്ട് നമുക്ക് അടിച്ച് വേണമെങ്കിൽ ലൂസാക്കി എടുക്കാം. ഞാൻ അവസാനം ക്രീം ഒഴിക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് കുറുകി വരണം, എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്ന രീതിയിലാവുമ്പോഴാണ് നമ്മൾ പനീർ ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴട്ടി കൂട്ടി സെറ്റാക്കി ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ആ മല്ലിയിലയ്ക്ക് പകരം നമ്മുടെ ആ സംഭവം ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ക്രീം ഉണ്ടല്ലോ, തിക്ക് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു കറി സെറ്റായി. ചപ്പാത്തിക്കൊപ്പോ അപ്പത്തിൻ്റെ ഒപ്പോ ഇവൻ ചോറിൻ്റെ ഒപ്പമായാലും ശ്രീകുട്ടൻ്റെ സെറ്റാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഭാഗ്യനാണ് ഇത് ഇഷ്ടമില്ലാത്തത്. ഭാഗ്യന് വേണ്ടിയിട്ട് നമ്മൾ വേറെ സെറ്റപ്പ് തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. പിന്നെ കുറച്ച് കസ്തൂരി മേത്തി ഉണ്ടല്ലോ, ഞാൻ പറയാറില്ല നമ്മുടെ കസ്തൂരി മേത്തി നമ്മുടെ പരിക്കൂർക്ക വറുത്ത് പൊടിച്ചത് അങ്ങനെയല്ല, കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ട് അത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ സുധിച്ചേട്ടൻ സുഗുണ ചിക്കൻ, ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ്, സുഗുണയുടെ ചിക്കൻ ഷോപ്പാണ് ആൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആളെപ്പോഴും വരുമ്പോൾ ഈ ബ്രസ്റ്റ് ഇങ്ങനെ നന്നായിട്ട് എല്ലൊന്നും ഇല്ലാത്തതിനെയാണ് നമുക്ക് പറയാം. നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാൻ വെറുതെ പറയണേ. ഇനി പറയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഒട്ടും എല്ലുണ്ടാവില്ല. അപ്പോൾ അത് നമ്മളിങ്ങനെ കഷ്ണാക്കും. എന്നിട്ട് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെക്കും. എന്നിട്ട് അത് നമ്മളൊന്ന് വറുത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫൈനലി ഈ ഒരു ബോട്ടിൽ ഞാൻ നന്നായിട്ട് ഉണക്കി എടുത്ത് കൊണ്ട് വന്നിട്ടുണ്ട്. സെറ്റാണടാ, അത് വലിയ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ കുറച്ച് തുണികളൊക്കെ തോരിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇന്ന് വൈകുന്നേരം നല്ല മഴയുണ്ട് എന്നുള്ളത്. ഇവിടുത്തെ മഴ കാണാൻ ഭയങ്കര ഭംഗിയാണ് ശ്രീന്ന് എല്ലാവരും പറയാറുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ ഇത്തിരി നേരം മഴ കണ്ടോ. ലൈഫിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും കുറച്ച് നേരം ആ കാട്ടിലേക്ക് നോക്കിയെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള സൊല്യൂഷൻ കിട്ടും കേട്ടോ. അതെന്താണ് അതിന്റെ കുട്ടൻസ് എനിക്ക് അറിഞ്ഞൂടാ. കറണ്ട് പോയടാ, കറണ്ട് പോയി. മഴ വന്നു, കറണ്ട് പോയി. നമ്മുടെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ. ഇവിടെ നിറയെ റബ്ബറും തോട്ടങ്ങളും അതുപോലെ തന്നെ കാടിൻ്റെ ഏരിയ അല്ലേ. പെട്ടെന്ന് തന്നെ കറണ്ട് പോവും. ഏതെങ്കിലും മരങ്ങളൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ലൈൻ കമ്പിമേക്കും ട്രാൻസ്ഫോമറിലേക്കും ഒക്കെ വീഴും. അപ്പോൾ പെട്ടെന്ന് കറണ്ട് പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു കറണ്ട് പോയാൽ നമുക്ക് എന്തായാലും ചമ്മന്തി അരക്കൽ നടക്കില്ല, എന്നാലും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ പതിവ് ചമ്മന്തി, നമ്മുടെ ചെമ്മീൻ ചമ്മന്തി ഇവിടുത്തെ മാസ്റ്റർ പീസാണ് അത്. ചേട്ടന്മാരുണ്ടെങ്കിൽ തന്നെ കഞ്ഞിക്ക് ഇത്തിരി ചെമ്മീൻ ചമ്മന്തിയും അതുപോലെ വേറെ എന്തെങ്കിലും ഉപ്പേരി ഉണ്ടെങ്കിൽ അവർ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇത്തിരി
മറ്റേ വറ്റൽമുളക് ഉണ്ടല്ലോടാ, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല പച്ചമുളക്, കാന്താരി മുളക് ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിവിടെ നാടൻ മുളകാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അച്ചാറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഇരുമ്പുളി തയ്യാറാക്കി വെക്കാം. ഇരുമ്പുളി പൊതുവെ ഇവിടെ നിന്ന് പഴുത്തു പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. അച്ചാറുണ്ടാക്കി വെക്കാനായിട്ട് ഇവിടെ നമുക്ക് കടയിലേക്ക് ചേട്ടന്മാർക്ക് ഡെയിലി കൊടുത്തു വിടാനായാലും ഇവിടെ പണിക്ക് ചേട്ടന്മാരുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനായാലും അടിപൊളിയാണ്. പക്ഷേ ഈ മടി കാരണം കൊണ്ടും സാഹചര്യങ്ങൾ ശരിയല്ലാത്തത് കൊണ്ടും ചെയ്ത് വെക്കാറില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ മടിയൊക്കെ മാറ്റി വെച്ച് അതിനങ്ങോട്ട് കളയാത്ത രീതിയിൽ പൊട്ടിച്ചെടുത്ത് ഉപയോഗിക്കാം എന്ന് വിചാരിച്ച്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കൊപ്ര നമ്മൾ കാലത്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നല്ലോ. കാലത്തൊന്നല്ല കേട്ടോ, ഈ വ്ളോഗ് തുടങ്ങുന്നത് തന്നെ ഒരു പകുതി ദിവസത്തിൽ നിന്നാണ്. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന കൊപ്ര ഉണ്ടല്ലോ, ആ കൊപ്ര നമുക്ക് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് ആ ഒരു നമ്മുടെ ചമ്മന്തിക്ക് വേണ്ട ആ ഒരു കൂട്ടുണ്ടല്ലോ അതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ചെമ്മീനും കൂടി വറുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചെമ്മീനൊക്കെ വറുക്കുമ്പോൾ നമ്മുടെ ആ ബോട്ടിലില്ലേ, സ്പ്രേ ബോട്ടിൽ, അതുകൊണ്ടൊന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ നല്ല ഫ്രൈ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരുപാട് എണ്ണ യൂസ് ചെയ്യേണ്ടി വരില്ല അല്ലേ, ഈ ഒരു സംഭവമൊക്കെ യൂസ് ചെയ്താൽ. എന്തോരം കണ്ടുപിടുത്തങ്ങളല്ലേ. എനിക്ക് കണ്ടുപിടുത്തങ്ങൾ എന്താണെന്നറിയില്ല, ഭയങ്കര അത്ഭുതങ്ങളാണ് കണ്ടുപിടുത്തങ്ങൾ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയാം, എന്നാലും ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുകൊണ്ടല്ലേ പറയണേ. അപ്പം നമ്മൾ അച്ചാറല്ലടാ, ചമ്മന്തി ഇതാ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ബോട്ടിലുകൊണ്ട് സ്പ്രേ അടിച്ച് നമ്മുടെ ഈ ഒരു ഇരുമ്പുളീനെ വിലിമ്പിക്കുക എന്നൊക്കെ പറയൂലേ ഈ സാധനത്തിന്. ഈ സംഭവത്തിന് നമ്മളിതാ കുറച്ച് ഉപ്പും പിന്നെന്താ മുളക് പൊടിയും കൂടി തിരുമ്മി വറുത്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് നമുക്ക് അച്ചാറാക്കാം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ ഉപ്പും മുളകും പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതിനൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. കടുക് ധാരാളം പൊട്ടിക്കുക. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് അച്ചാറിടുന്നത്, കാരണം നമുക്ക് കുറച്ച് ദിവസത്തേക്ക് നിൽക്കുള്ളൂ. കടുകെണ്ണയിൽ ഇടുമ്പോൾ കുറേ ദിവസത്തേക്ക് നിൽക്കും എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കൂട്ടോ. അപ്പോൾ നിങ്ങൾ കടുകെണ്ണയുടെ ആ സ്മെല്ല് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോ, എനിക്കത് വലിയ ഇഷ്ടമല്ല. അപ്പോൾ നമ്മളതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കുറച്ച് നാടൻ പച്ചമുളകും പിന്നെ ഒരു 2 പിടി നമ്മുടെ വലിയ പൂണ്ടായിരുന്നു വെളുത്തുള്ളി, അതും കൂടി നന്നാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കായവും കുറച്ച് ഉലുവേര പൊടി ഇട്ട് കൊടുക്കുക. ഒരു മണത്തിനും ഇമ്പോർട്ടൻ്റ് ആണല്ലോ കായത്തിൻ്റെ പൊടി. അച്ചാർ എന്ന് പറയുമ്പോൾ അത് വേണ്ടേ. കുറച്ച് കാശ്മീരി ചില്ലിയും നല്ല എരിവുള്ള മുളക് പൊടിയും പിന്നെ കുറച്ച് അച്ചാർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഉപ്പ് ഇടുമ്പോഴാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം നമ്മൾ നാടൻ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ ഉപ്പ് കൂടിയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവും. എൻ്റെ അച്ചാറിലൊക്കെ ഉപ്പ് കൂടുതലാണെന്ന് എല്ലാവരും പറയാറുണ്ട്. എനിക്ക് പക്ഷേ കുറച്ച് ദിവസം ഇരിക്കുമ്പോൾ ആ അച്ചാർ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ നമ്മളൊന്ന് വാട്ടിയെടുത്തിട്ടുള്ള നമ്മുടെ ആ ഒരു ഇരുമ്പുളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാര തൂവിയിട്ടുണ്ട്. ഇത് പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എൻ്റെ അടിപൊളി മാസ്റ്റർ പീസ് ഇരുമ്പുളി അച്ചാർ റെഡി ഗൈസ്. എൻ്റെ അസിസ്റ്റന്റ് ഭാഗ്യം വന്നിട്ടുണ്ട് പാത്രം കഴുകി തരാൻ വേണ്ടിയിട്ട്. പാത്രം കഴുകി തരുന്നത് ഭാഗ്യൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ. ഇവിടെ അമ്മയും ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റിക്ക് ആളെ കാണില്ല, പക്ഷെ ഞാൻ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ പുതിയ എഗ് ട്രേ, പുതിയതൊന്നല്ല കേട്ടോ, 5-6 കൊല്ലം പഴക്കമുണ്ട്. ഞാനിപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കുറേ മുട്ട വന്നപ്പോൾ ഇപ്പോഴാണ് ഇവൻ്റെ പുറത്തേക്ക് എടുക്കണേന്ന് മാത്രം. ഇതിനൊരു 4 തട്ടുണ്ട് കേട്ടോ. നമുക്കൊരു എനിക്ക് തോന്നുന്നു ഒരു 30-32 മുട്ട കൊള്ളുമെന്ന് തോന്നുന്നു അതിൽ. ഇതിപ്പോൾ 2 തട്ടം ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഓരോ തട്ടം നമുക്ക് ഡിറ്റാച്ച് ചെയ്ത് മാറ്റി വെച്ച് നമ്മുടെ ആവശ്യാനുസരണം ഹാൻഡിൽ ചെയ്ത് ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. പിന്നെ നമ്മുടെ കടയിൽ 2 ദിവസം എക്സ്പയറി ഡേറ്റ് കഴിയാനായിട്ട് ഉണ്ടാവുന്ന ഈ ബിസ്ക്കറ്റ്സോളൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ട് വരും. 2 ദിവസങ്ങൾ കഴിച്ച് തീർക്കണം, അത് വേറെ കാര്യം. അപ്പോൾ നമ്മൾ ഇതിനെ വേറെ എന്തെങ്കിലും പുഡിങ്ങൊക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഭാഗ്യം പാത്രം കഴുകിയാലാണ് അത് അതിൻ്റെതായ ഒരു ഭംഗിയിൽ വരുള്ളൂ. നല്ലതാ അവിടെ ഡാൻസ് കളിച്ചോ. ഇവിടെ നമ്മൾ പാത്രം കഴുകുക, അതവിടെ ഒന്ന് ഡാൻസ് കളിക്കുക. ചേട്ടൻ വെറുതെ അവരില് ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്നവർ മാത്രല്ല എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. ഞാൻ ഇത്ര നേരം ചെയ്ത പണികൾ മുഴുവൻ കണ്ടതാ. കൊണ്ട് പാത്രം കഴുകണാനാണോ ഭാഗ്യം നിങ്ങൾ ഇത്രയും വലിയ? അത് ശരിയാ, പക്ഷെ ഞാൻ ചെയ്യുന്ന പണികളൊന്നും കാണാറില്ല എന്ന് മാത്രമേ. ഞാൻ ആ പൂവമ്പാടത്തോട്ടത്തിൽ പോയിട്ട് പാമ്പിന് കാല് കൊടുത്ത് കിടന്ന് അതിന്റെ കുടപ്പം തട്ടി അല്ല വീഡിയോ പിടിച്ചിട്ടൂടല്ലേ. ഞാൻ എപ്പോഴും പറയുന്നത് എടുക്കണ പണികളെല്ലാം വീഡിയോ പിടിക്കും ഭാഗ്യം. ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഒരു പ്രചോദനമാവും ചെയ്യും, എങ്ങനെ ചെയ്യണം എന്ന് അറിയുകയും ചെയ്യും. നമ്മുടെ പൂവമ്പാട എല്ലാം കൊലച്ച് നമ്മുടെ പൂവമ്പാട എല്ലാം കൊലച്ചു. അപ്പൊ 10-350 എണ്ണത്തിന്റെ കുടപ്പം തട്ടാനുണ്ടായിരുന്നു. അപ്പൊ പൂവമ്പാടയുടെ സ്ഥലത്ത് ഭയങ്കര കാടാ. അതിന്റെ ഇടയിൽ കൂടെ പോയിട്ട് വേണം അതിന്റെ കുടപ്പനൊക്കെ തട്ടണം. കുടപ്പം തട്ടിയില്ല എന്നുണ്ടെങ്കിൽ കായ തുടം വയ്ക്കൽ ഇതിൽ കുറയും. കുടപ്പം തട്ടി കഴിഞ്ഞാൽ വളർച്ച കായമ്മയ്ക്ക് തന്നെ കിട്ടും ഫുള്ള്. നമ്മൾക്കെല്ലാവർക്കും
മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തു, കണ്ണടകൾ വേണം, കണ്ണടകൾ വേണം. അധികം പാത്രങ്ങൾ കഴിക്കാറുണ്ട്, കൊറേ ഉണ്ട്. ഞാനിന്ന് ഒരു വട്ടിയിലേക്കില്ല ബാക്കിലേക്ക് നോക്കും, അത് മുഴുവൻ ചെന്നില്ല. ഇതിന് ഒരാഴ്ച ഞാൻ ഒരാഴ്ച സത്യം പറഞ്ഞാൽ നമ്മളിവിടെ മൂന്നാളല്ലോ. അതെ, ഒരു കാര്യം എറണോട് കഴിഞ്ഞ ഇതില് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്തിരുന്ന കമന്റാണ്. ശ്രീജാനെ എന്ത് സ്നേഹത്തോടെയാണ് ഭാഗ്യൻ മോനെന്ന് വിളിക്കണേ, എന്നിട്ട് ഭാഗ്യ നമ്മൾ വിളിക്കുന്ന അടുത്തത്. അപ്പൊ ഞാൻ തിരിച്ച് റെസ്പെക്ട് കൊടുത്തു. വിത്ത് ഡ്യൂ റെസ്പെക്ട് ആണ് ഞാൻ ഭാഗ്യന്ന് വിളിക്കുന്നത്. എന്റെ ഭാഗ്യല്ലേ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞു. ഇതിനെ കുറിച്ച് ചേട്ടനൊരു കമന്റ് പറഞ്ഞു അവരടുത്ത്. എനിക്ക് ഭാഗ്യാന്ന് വിളിക്കുന്നത് ഇഷ്ടമാണ്. ഭാഗ്യാന്ന് ചില സമയങ്ങളിൽ വിളിക്കും, ചില സമയത്ത് ചേട്ടാന്ന് വിളിക്കും, ഏട്ടാന്ന് വിളിക്കും. ഞാൻ എപ്പോഴാണ് വിളിക്കാറ് ഭാഗ്യാന്ന്? ചേട്ടാ ചേട്ടാ അത് 3 വട്ടം വിളിച്ചിട്ട് വിളിയെ കണ്ടപ്പോഴാണ് ഭാഗ്യ വിളിയിടുക. ഭാഗ്യനത് ഇഷ്ടാണ് മക്കളെ, അല്ലാതെ ഞാനത് റെസ്പെക്ട് കുറവില് വിളിക്കുന്നതല്ല. ശരിക്കും പേര് ഭാഗ്യരാജ് എന്നാണ്. ഭാഗ്യരാജേന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒത്തിരി ഇഷ്ടം കുറയും. മതി. താങ്ക്സ് ഫോർ യുവർ ഗ്രേറ്റ് കോൺട്രിബ്യൂഷൻ. ചിക്കൻ വറുത്തു, ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി, ഇരുമ്പുളി അച്ചാറിട്ടു, പരിപ്പ് ഉച്ചയ്ക്ക് കഴിച്ച കറി ഞാൻ ഉണ്ടാക്കി, പിന്നെ പനീർ കറി ഉണ്ടാക്കി, പനീർ വറുത്തു, മഷ്റൂം കറി ഉണ്ടാക്കി, മഷ്റൂം വറുത്തു ഒക്കെ ചെയ്തു. ഇനി ഞാൻ 2-3 ദിവസത്തേക്ക് നമുക്കൊന്നും വേണ്ട. ഇനി മീനും കൂടി വറുത്ത് സെറ്റാക്കി വെച്ചു. രാജ്യാന്റി കൊണ്ടുവന്ന മിഠായി ഞാനിപ്പോ ഫ്രിഡ്ജ് വൃത്തിയാക്കി പോരുടെ ബാക്കി ഇരിക്കുന്നായിരുന്നു എക്സ്പെരിമെന്റ്. പക്ഷെ ശ്രീകുട്ടൻ കാണാണ്ട് പോയതാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇത് കിട്ടില്ലായിരുന്നു. പിസ്താശ്യ ഒരു കടിയ, ഞാൻ ആകെ ഒരു കടി കടിക്കുള്ളൂ, ബാക്കിയുള്ളതും കൂടെ അവനാ. പിള്ളേരുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെയാന്നേ. നമ്മള് വിചാരിക്കും ഭയങ്കര ഡിപ്ലോമാറ്റിക് ആയിട്ട് പറയണതാണ്. ഈ പിള്ളേർക്കും ഭർത്താവിനും ഇഷ്ടമുള്ള സാധനങ്ങള് നമ്മുടെ നമുക്കത് എന്തോരം ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിലും ഈ സാധനങ്ങൾ ഇറങ്ങില്ലാന്നേ. എന്തോരം അവര് വീട്ടിലില്ലെങ്കിലും നമ്മൾ ഒരു തുണ്ട് പൊട്ടിച്ച് മാറ്റി വയ്ക്കും. അത് സൈക്കോളജിക്കൽ ഒരു ഡാമേജ് ആയി പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീകുട്ടാ തീർച്ചയായിട്ടും ഞാൻ അതിനു വേണ്ടി എല്ലായിടത്തും ഒരു ഭാര്യ കിട്ടിയില്ല ചേട്ടാ, ഒരു മോനെ കിട്ടിയില്ലേ. പിന്നെ ഇതാണ് ഞങ്ങളുടെ കാഷ്വൽ ടോക്ക് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ രാത്രികൾ എന്നും പോകാറുള്ളത് കേട്ടോ. ഞങ്ങൾ കുറച്ചധികം നേരം സംസാരിക്കുന്നത് ഈ അടുക്കളയിൽ ഈ വക ക്ലീനിങ് പരിപാടികൾ നടക്കുമ്പോഴാണ്. മിക്ക ദിവസവും കാലത്ത് ഞാനൊരു വഴിക്ക് പോകും, ഭാഗ്യൻ ഒരു വഴിക്ക് പോകും, അങ്ങനെയാണല്ലോ. ഞാൻ മിക്കതും ഡാൻസ് ക്ലാസ്സിലേക്ക് പോകും, ശ്രീകുട്ടൻ സ്കൂളിൽ പോകും, ഭാഗ്യൻ കടയിൽ പോകും. വൈകുന്നേരം വന്ന് ഞങ്ങൾ പാത്രം കഴുകുമ്പോഴാണ് ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നതും ഒക്കെ കേട്ടോ. ഞാൻ ശ്രീകുട്ടന് കൊടുത്ത പോലെ തന്നെ ശ്രീകുട്ടൻ തിരിച്ചു കൊണ്ടുവന്ന് തന്നു, അമ്മ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഫാമിലി ബോണ്ടിങ് എന്ന് പറയുന്നത്. നമ്മുടെ അമ്മമാരും ഇതുപോലെ തന്നെ നമുക്ക് കരുതി വെച്ചിട്ടുള്ളതാണ് അവരുടെ ജീവിതം മൊത്തം. നമുക്ക് നമ്മുടെ മക്കൾക്ക് കരുതി വെക്കണം എന്നൊന്നും പറയില്ല, നമ്മൾ ഇഷ്ടമുള്ള ഇപ്പോൾ കാലം ഒരുപാട് മുന്നോട്ട് പോയി നമ്മുടെ ചിന്താഗതികളൊക്കെ മാറി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ ചെറുപ്പത്തിൽ വളർന്ന ഒരു പറക്കാൻ പറ്റുന്നത് വരെ നമ്മളാണ് അവരുടെ ആ ഒരു ആശ്രയം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ വക ദുരാപത്തുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ മേടിച്ചിട്ടുള്ള പാത്രങ്ങൾ എന്ന് പറയുന്നത്. ഞാൻ ഡാന്ന് പറയണത് അത് ശീലമായി പോയിട്ടോ. എനിക്കറിയാം ചേച്ചിമാർ വീഡിയോ കാണുന്നുണ്ടെന്ന്. ഞാൻ ഈ മാറ്റി ഡിയർ ആക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ. അപ്പോൾ അല്ലെങ്കിൽ അതങ്ങോട്ട് ഒഴിവാക്കാമല്ലേ ആ വീടിനെ. അപ്പോൾ നമുക്ക് ഈ പാത്രങ്ങളൊക്കെ നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. 120 രൂപയാണോ, 147 രൂപ, 157 രൂപ അങ്ങനെയാണ് പാത്രങ്ങൾക്കായിട്ടുള്ളത്. റൗണ്ടിലുള്ളതിന് 157, ബാക്കിയുള്ളതിന് 147 രൂപയാണ് ആയിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്കത് ഓവനിൽ വെക്കുകയും ചെയ്യാം. ഞാനപ്പോൾ എന്താ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ആവശ്യത്തിനുള്ളത് നമ്മുടെ ചോറ്
എടുത്ത് അതിൻ്റെ ചുറ്റും ഇങ്ങനെ അത്തകളിട്ട് വെച്ചിട്ട് ആ പാത്രം അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ ഒരു 30 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റോ ഒന്ന് ജസ്റ്റ് ഓവൻ ചെയ്തെടുക്കും. അപ്പോൾ മൊത്തം കറികളും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചതാണെന്നുണ്ടെങ്കിലും നന്നായിട്ട് ചൂടായിട്ട് കിട്ടും കേട്ടോ. ഇതും നമ്മളിങ്ങനെ മേടിച്ചതാണ്. അപ്പോൾ എല്ലാ പാത്രങ്ങളും കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അതിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചൂടാറിയിട്ടും ഇതിന് ഫ്രീസറിൽ വെക്കേണ്ടതുണ്ട്, ഫ്രിഡ്ജിൽ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ആർക്കോടും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അന്നന്ന് ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആകെ 1 മണിക്കൂറിൻ്റെ ചിലവേ ഉള്ളൂ. ഇതിപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്യേണ്ട കാരണം കൊണ്ടൊക്കെ നമ്മൾ 1 മണിക്കൂറിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചിലപ്പോൾ ഞങ്ങൾക്ക് 1.5 മണിക്കൂറോ 2 മണിക്കൂറോ എടുത്തു എന്ന് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ വക അൽത്തുകുലത്തെ പരിപാടികൾ ചെയ്യുന്നത്. ഫൈനലി നമ്മുടെ അച്ചാർ നമ്മളിത് ആ പാത്രത്തിലാക്കിയിട്ടുണ്ട്. അത് നമുക്ക് 120 രൂപ കൊടുത്തിട്ട് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഹോം സെൻറ്ററിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആ ഒരു ലിഡുമ്മഴേ ഒരു ജാറുണ്ട്, വൈറ്റ് കളറിലുള്ള ഒരു വാഷ് ഉണ്ട്. ആ വാഷുമ്മ അത് പറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അച്ചാറൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയുടെ ഒക്കെ സ്റ്റെയിൻ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് പിടിച്ചിരിക്കും. പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടല്ലേ നമ്മൾ ആ ബോട്ടിൽ ഒന്ന് കാലിയാക്കുക. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മളത് ഒന്ന് അടച്ചത് കേട്ടോ. ഇത് നമ്മുടെ അച്ചാറല്ലല്ലോ, ചമ്മന്തിയാണ്. നമ്മുടെ എന്ത് ചമ്മന്തിയാടാ, ചെമ്മീൻ ചമ്മന്തി. അപ്പം അതും സെറ്റായിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും അടക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമ്മുടെ 1-2 ദിവസത്തേക്കുള്ള ഐറ്റംസ് എന്ന് പറയുന്നത്. ഇതിൽ ചിക്കൻ മാത്രം വറക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ പരിപ്പ് കൂട്ടാൻ നാളെ കാലത്താകുമ്പോഴേക്കും കഴിയും. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കേണ്ടത് ഫ്രിഡ്ജിലും ഫ്രീസറിൽ വെക്കേണ്ടത് ഫ്രീസറിലും വെക്കാം. ചപ്പാത്തി ഉണ്ടാക്കുകയാണ് നല്ലതെന്നുണ്ടെങ്കിൽ എനിക്ക് നേരില്ലാത്ത കാരണം ഒരു പാക്കറ്റ് ഞാൻ മേടിച്ച് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ അതേ സെറ്റാക്കിയിട്ട് താഴെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. റെഗുലേറ്റ് ചെയ്തിട്ടാൽ മതി നമ്മുടെ ടെമ്പറേച്ചർ. അപ്പോൾ എനിക്ക് അത് നല്ല ഹൈ ഫ്രീസിങ് ലെവലിൽ അങ്ങോട്ട് കിടന്നോളൂ കേട്ടോ. ബാക്കി വന്നിട്ടുണ്ടായിരുന്ന മുളകും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി ഒരു 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 ആശ്വാസം കിട്ടുമല്ലേ നമുക്ക് 2-3 ദിവസത്തേക്ക് ഈ വക കാര്യങ്ങളൊന്നും ചെയ്യണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ. പാത്രമൊക്കെ കഴുകി തന്ന കാരണം കൊണ്ട് പിന്നെ വലിയ ക്ലീനിങ് പരിപാടികളൊന്നും ഉണ്ടായില്ല. എനിക്കിവിടെ അടിച്ചു വാരി തുടക്കലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വീടിൻ്റെ ചുറ്റും. ശാന്തമ്മ വരുന്ന ദിവസമായാലും എനിക്ക്, അതായത് നമ്മുടെ ശാന്തേച്ചി വരുന്ന ദിവസമായാലും കിച്ചണൊന്നും ആൾ ക്ലീൻ ചെയ്ത് തരില്ല. താഴെ മാത്രം അടിച്ചിടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഞാൻ തന്നെ ക്ലീൻ ആക്കാറുള്ളത്. ഇപ്പോൾ നമ്മൾ 1-2 മാസമായിട്ട് ശാന്തേച്ചി വരുന്നില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശാന്തേച്ചി വരുന്നത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം ബാത്റൂമൊക്കെ നല്ല രീതിയിൽ തന്നെ വൃത്തിയാക്കി ഇട്ട് തരാറുണ്ട് ആൾ. സ്വന്തം എന്നുള്ള രീതിയിലാണ് ആൾ നമുക്ക് ക്ലീൻ ചെയ്ത് തരിക കേട്ടോ. ആളുടെ വീട് ഒരു പണിക്ക് വരുന്ന വീട്ടിലേക്കുള്ള അങ്ങനെ ഒരു മൈൻഡല്ല ആൾക്ക്. എല്ലാം മുക്കും മൂലയും എല്ലാം അടക്കി ഒതുക്കി ഇരുന്നിട്ടാണ് തുടക്കുക. അപ്പോൾ ഞാൻ 10-60 വയസ്സായ ശാന്തമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് പറ്റിക്കൂടാന്ന് തോന്നാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എല്ലാ പണികളും കഴിയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, പഴയ നമ്മുടെ വല്ലൂരത്തെ കിളിക്കൂട് വീടില്ലേ, അത് മതിയായിരുന്നു, ഇത്ര പണികൾ ഉണ്ടാവില്ലല്ലോ എന്ന്. പക്ഷേ ഈ വീട് നമ്മുടെ ഒരു നേട്ടല്ലേ അല്ലേ. ഇനിയും കണ്ടില്ലല്ലോ. മഴ പെയ്ത കാരണം കൊണ്ട് ചാറ്റിൽ നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നനയ്ക്കാനും. പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴാണ് ഞാൻ അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത്. ഇവിടെ ഇരിക്കുന്ന കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കുകയും ചെയ്യും, വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പോൾ ഈ നേരത്തൊന്നും പറ്റില്ല, ഞാൻ പൊതുവേ പറഞ്ഞതാണ് കേട്ടോ. അച്ഛനും മോനും കൂടി ഇരുന്ന് TV കാണുന്ന വിശാലമായ സ്ഥലമാണ് കേട്ടോ അത്. അവിടെ ഒന്നും വലിയ കാര്യമായിട്ടുള്ള ഞാൻ പറഞ്ഞ പോലെയുള്ള അഴുക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് അടിച്ചു വാരാനും പൊടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരുപാട് പേരൊന്നും നമ്മുടെ വീട് വൃത്തികേടാക്കാനായിട്ട് കുഞ്ഞുമാവകളൊന്നും ഇല്ലല്ലോ. അത് കാരണം കൊണ്ട് നമ്മളെങ്ങനെയാണോ ഇടുന്നത് അതുപോലെ തന്നെ അവർ രണ്ടുപേരും മെയിൻറ്റെയിൻ ചെയ്തോളൂ. എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. മറ്റേ എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക്, ഞാൻ ഇന്നത്തെ കഥയിൽ വായിച്ചായിരുന്നു, എൻ്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് പല കിളികളാവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് തത്തയാവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കഴുകനാവാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കാക്കയാവാറുണ്ട് എന്ന്. അതുപോലെ ഞാനും ഒരു ടിപ്പിക്കൽ അമ്മയാണ്, എല്ലാ ഭാവങ്ങളും ഉൾക്കൊള്ളാറുണ്ട്. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫൈനലി നമ്മുടെ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ അടക്കി ഒതുക്കൽ പരിപാടികൾ ഉണ്ടാവുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഒരു കൈത്താങ്ങിനുണ്ടെങ്കിൽ നമുക്ക് താങ്ങുള്ളവർക്കല്ലേ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന് കേൾക്കാറുണ്ട്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് താങ്ങാൻ ഒരാളുണ്ടെങ്കിൽ ഭയങ്കര ഉന്മേഷമാണ് നമ്മുടെ ലൈഫിൽ. അപ്പോൾ ചേട്ടന്മാരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചേച്ചിമാരെ നല്ല രീതിയിൽ സഹായിക്കുക. ചേച്ചിമാരാരെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടന്മാരെ അടുക്കളയിൽ സഹായിക്കുക. കുറേ ചേട്ടന്മാർ ഇതുപോലെ തന്നെ റെസിപ്രോക്കലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളൂ കേട്ടോ. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇന്ന ജോലി ഇന്ന ആൾക്കാർക്ക് ഒന്നുമില്ല, എല്ലാവരും എല്ലാ ജോലികളും ചെയ്യുന്നവരാണ്. ഫൈനലി നമ്മുടെ ഇവിടെയും കൂടെ അടിച്ചു വാരി തുടച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ടുണ്ട്. ആ മിന്നി നിൽക്കുന്നതേ ഇവിടുത്തെ ലൈറ്റാണ് കേട്ടോ. കാരണം നമുക്ക് കൃഷിയുള്ള കാരണം കൊണ്ട് മൃഗത്തിൻ്റെ ശല്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മിന്നി ലൈറ്റുകൾ വെക്കുന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിട്ട് കാണുമ്പോൾ ഇനി 2 ദിവസം അടുക്കളയിലേക്കൊന്നും കയറണ്ട എന്നറിയുമ്പോൾ വരുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. പക്ഷെ അത് കുറച്ച് നേരത്തേക്ക് നിൽക്കുള്ളൂ. നാളെ കാലത്ത് എന്തെങ്കിലും പണി ഉണ്ടാവും, കിച്ചണിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ വൃത്തിയാക്കിയിട്ട് പോയതല്ല ഭാഗ്യം, നിങ്ങൾ വീണ്ടും ആ പില്ലോസൊക്കെ ഒരു സൈഡിലേക്ക് കൂട്ടി വെച്ചോന്ന് ചോദിച്ചപ്പോൾ അതങ്ങനെ മോനെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷം. നമുക്ക് അടുത്ത വീഡിയോ
വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജ.